भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ, ആ അക്ഷരപൂജയിൽ ഇന്ന് 871 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 26 അധ്യായം, അതിൽ 18 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ പുരൂരവസ് എന്ന ശ്രേഷ്ഠനായ ചക്രവർത്തി ഉർവശിയിലുള്ള മോഹം കൊണ്ട് തൻ്റെ ജീവിതം കാമത്തിനു വേണ്ടി നശിപ്പിച്ചതും അതിൽ നിന്ന് മോചനം നേടുന്നതായിട്ടുള്ള രംഗങ്ങളാണ് ഐളഗീത എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ 8 ശ്ലോകം കൊണ്ട് പുരൂരവസിനുണ്ടായ ദുഃഖത്തെ വിവരിച്ച ശേഷം പിന്നീട് 10 ശ്ലോകം കൊണ്ട് ഈ ദുഃഖനിവൃത്തിക്ക് എന്താണ് വേണ്ടത് എന്ന വിവേകപൂർണമായ അദ്ദേഹത്തിൻ്റെ ചിന്ത, അതാണ് 10 ശ്ലോകങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. അതിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ 15, 16, 17 എന്നീ ശ്ലോകങ്ങൾ നമ്മൾ കേട്ടു. 18 ശ്ലോകം മുതലാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. ക്വായം മലീമസക്കായോ ദൗർഗന്ധ്യാദ്യാത്മകോശുചി ക്വ ഗുണ സൗമനസ്യാദ്യ ഹ്യധ്യാസോ വിദ്യയാ കൃത. ദൗർഗന്ധ്യാദ്യാത്മക, ദുർഗന്ധം മുതലായ ദോഷങ്ങളുള്ളതും, മലീമസഹ മലിനവും, അശുചി അശുദ്ധവും ആയ അയം കായ ഈ ദേഹം, ക്വ എവിടെ, സൗമനസ്യാദ്യ വാസന മുതലായ ഗുണങ്ങൾ, ക്വ എവിടെ, അവിദ്യയ മോഹം കൊണ്ട്, കൃത ചെയ്യപ്പെട്ടതായ, അധ്യാസഹ ഹി അത് ആരോപം തന്നെ എന്ന് അവിടെ പറയുന്നു. നോക്കൂ, ഇവിടെ പറയുകയാണ് മാർദ്ദവം,
സൗരഭ്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങൾ സ്ത്രീകൾക്കുണ്ട്, അതുകൊണ്ട് അതിനെ ആഗ്രഹിക്കാം എന്നാണെങ്കിൽ അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഈ ശ്ലോകം. ഉൽപ്പത്തിസ്ഥാനം, കാരണമായ ബീജം, ആശ്രയിച്ച സ്ഥലം. ഇത് സൂക്ഷിച്ചു നോക്കിയാൽ ദേഹത്തിൽ ആഗ്രഹിക്കാൻ പാകത്തിന് യാതൊരു ഗുണവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ദുർഗന്ധം കൊണ്ടും മലീമസം ആയിരിക്കുന്ന ആ ദേഹത്തിലെ അവയവങ്ങളെ കൊണ്ടും വൃത്തിയില്ലായ്മ കൊണ്ടും. അപ്പോൾ ഈ സ്ത്രീ ശരീരത്തിനും അതേപോലെ തന്നെ പുഷ്പത്തിനുള്ളതുപോലെയുള്ള മാർദ്ദവം, വാസന, ശുചി തുടങ്ങിയ മനോഹര ഗുണങ്ങൾ തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് എന്നാണ്. നോക്കൂ, ദുർഗന്ധം അധികരിച്ച് ശരീരം സൗഗന്ധ്യാദി ഗുണങ്ങളുടെ സ്ഥാനമാണ് എന്ന് തോന്നിയത് തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം കുളിക്കാതിരുന്നാൽ ദുർഗന്ധം വമിക്കുന്ന ഈ ശരീരം അതിനെ ഏറ്റവും ശ്രേഷ്ഠമാണ്, സുഗന്ധം നിറഞ്ഞതാണ്, മാർദ്ദവമുള്ളതാണ് എന്നൊക്കെ കരുതുന്നത് അവിദ്യ കൊണ്ടാണ്. ഇത് അവിദ്യ കൊണ്ടുണ്ടാകുന്ന വെറും ചിന്ത മാത്രമാണ്. അതുകൊണ്ട് ഇത് സ്ത്രീ ശരീരത്തെ മാത്രമല്ല, പുരുഷ ശരീരത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. സ്ത്രീകൾ പുരുഷനെ കാമിക്കണു, പുരുഷന്മാർ സ്ത്രീകളെ കാമിക്കണു. പക്ഷേ കാമിക്കുന്ന ഈ ശരീരം എത്രയോ മലീമസമാണ്, എത്രയോ ദുർഗന്ധപൂരിതമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. പറയാണ്, പിത്രോ കിം സ്വം नु ഭാര്യായ സ്വാമിനോഗ്നേ ശ്രുഗൃധ്രയോ കിമാത്മന കിം സുഹൃദാമിതി യോ നാവസീയത്തെ. യാ പിത്രോഹോ, യാതൊന്ന് മാതാപിതാക്കളുടെ, സ്വം കിം നു മുതലോ, ഭാര്യായ ഭാര്യയുടേതോ, സ്വാമിനഹ സ്വാമിയുടേതോ, അഗ്നേ അഗ്നിയുടേതോ, ശ്വഗൃധ്രയോ നായ കഴുകൻ തുടങ്ങിയവയുടെയോ, ആത്മനഹ തൻ്റെയോ, സുഹൃദാം കിം സ്നേഹിതന്മാരുടേതോ, ഇതി ന അവസീയത്തെ തീർച്ചപ്പെടുന്നില്ല എന്ന ഈ ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. ദേഹത്തിലുള്ള അഭിമാനം അറിവില്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ്, അറിവില്ലായ്മയിൽ നിന്ന് ജനിക്കുന്നതാണ്. അതുകൊണ്ട് അജ്ഞതയുടെ സന്താനമാണ് ഈ ദേഹത്തിലുള്ള അഭിമാനം. കാരണം ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? സത്യത്തിൽ വലിയ സംശയത്തിന് കാരണമാണ്. കാരണം ഈ ദേഹം ഉണ്ടായത് മാതാപിതാക്കളുടെ സംഗമത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ദേഹം അവരുടേതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പുത്രൻ എന്ന് അവർ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ പുത്രി എന്ന് പറയുന്നു. അപ്പോൾ എൻ്റേത് എന്ന് പറയുന്നത് തൻ്റെ സ്വന്തമായിട്ടുള്ളതിനെയാണ് എൻ്റെ എന്ന് പറയുക, അല്ലേ? അപ്പം അതുകൊണ്ട് അവർ പറയുന്നു എൻ്റെ പുത്രൻ അല്ലെങ്കിൽ എൻ്റെ മകൾ. അപ്പം അതുവരെ ആ അച്ഛൻ്റെ അമ്മയുടെയാണ്. കുറച്ച് കഴിയുമ്പോഴോ യൗവനത്തിലേക്ക് കടന്നു, ആ സമയത്ത് ഒരു വിവാഹം കഴിച്ചു, ഒരു ഭാര്യയെ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ സ്വീകരിച്ചു. അപ്പോൾ ആ ഭാര്യ എന്ത് പറയും? എൻ്റെ ഭർത്താവ് എന്ന് പറയും. ഭർത്താവ് എന്ത് പറയും? എൻ്റെ ഭാര്യ എന്ന് പറയും. അപ്പോൾ ഈ ദേഹത്തെ അഭിമാനിക്കുന്നു അവർ. കാരണം അപ്പോൾ അത് അവരുടെ മുതലാണ് എന്ന് തോന്നും. വാർദ്ധക്യം കഴിയുമ്പോഴോ മരിച്ചുപോയി കഴിഞ്ഞാൽ ഇതിനെ എവിടെ കൊണ്ടുപോയിടും? തീയിൽ കൊണ്ടുപോയിടും, അല്ലേ? അഗ്നിക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ അഗ്നിക്ക് കൊടുക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ അഗ്നിയാണോ എന്നും തോന്നും. ഒരാളുടെ കീഴിലാണ് നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയും ഈ ദേഹം ഇത് എൻ്റെ ദാസനാണ്, എൻ്റെ ദാസിയാണെന്നൊക്കെ ആ യജമാനൻ പറയും. അപ്പോൾ ആ ദേഹം ആ യജമാനൻ്റെ സ്വന്തമാണോ? ചില സന്ദർഭങ്ങളിൽ കത്തിക്കുകയല്ല ചെയ്യാൻ, മണ്ണിൽ കുഴിച്ചിടും. അങ്ങനെ വരുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടിടും, നായ്ക്കളോ അല്ലെങ്കിൽ കഴുകന്മാരോ തിന്നുണു. അതുകൊണ്ട് അത് അവരുടെ മുതലാണോ? അപ്പോൾ ഈ ശരീരത്താൽ ചെയ്യപ്പെടുന്ന പുണ്യപാപങ്ങളുടെ അവകാശി ജീവനാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ ദേഹം ജീവൻ്റേതാണോ? ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ദേഹത്തിന് പലരും അവകാശികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ആരുടേതാണ് എന്ന് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുമില്ല. ഇങ്ങനെയുള്ള ശരീരത്തിൽ ഞാൻ എന്ന് അഹങ്കരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റേത് എന്ന് അഭിമാനിക്കുന്നത് അവിവേകമല്ലേ? പുരൂരവസ് ചോദിക്കുന്നു. തസ്മിൻ കളേവരേ അമേധ്യേ
തുച്ഛനിഷ്ഠേ വിഷജ്യത്തെ അഹോ സുഭദ്രം സുനസം സുസ്മിതം ച മുഖം സ്ത്രീയ. അമേധ്യം, മേധ്യമല്ലാത്തത്, പരിശുദ്ധമല്ലാത്തത്. അമേധ്യം എന്നുള്ളതിന് നമ്മുടെ വിസർജ്യത്തിന് പറയാറുണ്ട്. ഇവിടെ പരിശുദ്ധമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തുച്ഛനിഷ്ഠേ, നിസ്സാരമായിട്ട് അവസാനിക്കുന്നതായിട്ടുള്ള സ്ത്രീയുടെ തസ്മിൻ കളയവരെ, ആ ശരീരത്തിൽ. ഇവിടെ പുരൂരവസിന്റെ വാക്കുകളായതുകൊണ്ടാണ് സ്ത്രീയ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പുരുഷന്റെ, രണ്ടായാലും ശരിയാണ്. അതിന് ആ ശരീരത്തിൽ സുഭദ്രം സുനസം, ശ്രേഷ്ഠവും നല്ല ഭംഗിയുള്ള നാസികയോട് കൂടിയത്, മുഖം, ആ വദനം, സുസ്മിതം, മനോഹരമായ മന്ദസ്മിതം എന്ന് വിഷജ്യത്തെ അഹോ, അതിൽ ആസക്തി വയ്ക്കുന്നത് വലിയ കഷ്ടമാണ് എന്നാണ്. ലാലാമൂത്രം അമേധ്യം തുടങ്ങിയ ദുഷിച്ച അതിമലീമസമായ പദാർത്ഥങ്ങളുടെ സംബന്ധമുള്ളത് കൊണ്ട് ഈ ദേഹം ഒരർത്ഥത്തിൽ എന്നും അശുദ്ധമാണ്. ഇനി കൃമിയായിട്ടോ ഭസ്മമായിട്ടോ അവസാനിക്കുന്ന ഈ സ്ത്രീദേഹത്തിൽ വിവേകമില്ലാത്തവൻ, ജ്ഞാനമില്ലാത്തവൻ, അറിവില്ലാത്തവൻ ഭ്രമിക്കുന്നു. എത്രയോ മനോഹരമായിട്ടുള്ള ശരീരം, ഭംഗിയുള്ള മൂക്ക്, നല്ല ചുണ്ട്, അങ്ങനെ മനോഹരമായ മന്ദസ്മിതം, മുഖം, ഇങ്ങനെയൊക്കെ വിചാരിച്ച് പരിഭ്രമിച്ച് ആ ദേഹത്തെ കാണാതിരുന്നാൽ അപകടമാണെന്നാണ്. തുച്ഛ ശരീരത്തിൽ ആസക്തി വെച്ച് പുലർത്തുന്നത് അത് വലിയ ദോഷമാണ് എന്ന് ഭാഗവതം ഇതാ കാണിച്ചു തരുന്നു. ത്വങ്മാംസരുധിരസ്നായുമേജോ മജ്ജാസ്ഥി സംഹതൗ വിൺമൂത്രപൂയേ രമതാം കൃമീണാം കിയദന്തരം. എന്തൊക്കെയാ? ത്വങ്മാംസരുധിരസ്നായുമേധോ മജ്ജാസ്ഥി സംഹതൗ. ത്വക്ക്, തോല്, മാംസം, രുധിരം എന്ന് പറഞ്ഞ രക്തം, സ്നായു ഞരമ്പ്, കൊഴുപ്പ്, മജ്ജ, അസ്ഥി എല്ല്, ഇതിൻ്റെയൊക്കെ സംഘാതമാണ്, ഇതിൻ്റെയൊക്കെ ഒരു സംഗമമാണ് ഈ ദേഹം. അതേപോലെ വിൺമൂത്രപൂയേ, മലം, മൂത്രം, ലാല, ഇതിൻ്റെയൊക്കെ സ്ഥാനമായിട്ടുള്ള ഈ ശരീരത്തിൽ രമതാം, ആനന്ദിക്കുന്ന രമിക്കുന്ന മനുഷ്യർക്കും കൃമീണാം കിയതന്തരം, പുഴുക്കൾക്കും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? പുഴുക്കളും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ മലീമസമായ വസ്തുക്കളിൽ പുളയ്ക്കുന്നു. ഇതേപോലെ ഈ മലീമസമായ വസ്തുവിൽ പുളയ്ക്കുകയാണ്, രമിക്കുകയാണ് മനുഷ്യൻ. ഇവർ തമ്മിൽ എന്ത് വ്യത്യാസം? അപ്പം ദേഹത്തിൻ്റെ ഗുണങ്ങളെ ആലോചിച്ചുകൊണ്ട് അതിൽ അത്യാസക്തി വന്നിരിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് പുരൂരവസ് പറയുകയാണ്, പുരുഷന്മാർ സത്യത്തിൽ ഏതുപോലെയാണ്? ഈ പുഴുക്കളെ പോലെയാണ്. തന്നെ നിന്ദിക്കുകയാണ് പുരൂരവസ് ചെയ്യണത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ പുരുഷൻ്റെ അവസ്ഥയും. അപ്പം അദ്ദേഹത്തിന് വിവേകം വന്നു എന്ന് കാണിക്കുകയാണ്. ദേഹം വാസ്തവത്തിൽ ഏറ്റവും അശുദ്ധമായ, മലീമസമായ, ദുഷിച്ച, ദുർഗന്ധപൂരിതമായ ഒരുപാട് വസ്തുക്കളുടെ ഒരു സംഗമം മാത്രമാണ്. ആലോചിച്ചു നോക്കൂ. തോല്, മാംസം, രക്തം, ഞരമ്പ്, കൊഴുപ്പ്, മജ്ജ, എല്ല്, ഈ സപ്തധാതുക്കൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതും മലമൂത്രങ്ങളാകുന്ന അശുദ്ധ പദാർത്ഥങ്ങളുടെ സ്ഥാനവുമാണ് ഈ ദേഹം. അങ്ങനെയുള്ള ദേഹത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ മാലിന്യ കുഴിയിൽ വീണ് കിടക്കുന്ന കീടങ്ങളും കൃമികളും ഇത്തരത്തിലുള്ള ശരീരത്തിൽ രമിക്കുന്ന മനുഷ്യരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. അപ്പോൾ വിവേകശക്തിയുള്ള മനുഷ്യരാണെന്നുള്ള അഭിമാനം മാത്രം പോരാ, ആ വിവേകം ജീവിതത്തിൽ വേണ്ട പോലെ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. പ്രകാശിപ്പിക്കുന്ന തരത്തിലാവണം അത്. അഥാപി നോപസജ്ജേത സ്ത്രീഷു സ്ത്രൈണേഷു ചാർദ്ധവിൽ വിഷയേന്ദ്രിയ സംയോഗാൻ മനഃ ക്ഷുഭ്യതി നാന്യഥാ. വിഷയേന്ദ്രിയ സംയോഗാൽ, വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ ചേരുന്നത് കൊണ്ട്, മനഃ, മനസ്സ്, ക്ഷുഭ്യതി, ക്ഷോഭിക്കുന്നു,
അന്യഥ വേറെ വിധത്തിലല്ല. അതുകൊണ്ട് അഥാപി അർദ്ധവിത്ത് കാര്യം അറിയുന്നവൻ സ്ത്രീഷു സ്ത്രൈണേഷു ഉപസജ്ജേത, സ്ത്രീകളിലും ആ സ്ത്രീകളുടെ കൂടെ കഴിയുന്ന കാമുകന്മാരിലും ഒരിക്കലും ഉപസജ്ജേത, അവരുമായിട്ട് ചേർച്ചയുണ്ടാവരുത് എന്നാണ്. ഇപ്പം ശബ്ദാദികളാകുന്ന വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ ചേരുമ്പോൾ മനസ്സ് ആ വിഷയസുഖത്തിനു വേണ്ടി നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കും. അങ്ങനെ മോഹിച്ച് അങ്ങുമിങ്ങും സഞ്ചരിക്കും മനസ്സിൻ്റെ ചിത്തശുദ്ധി, അതിൻ്റെ ആ സ്ഥിരത ഇല്ലാതെയാവും. ഇന്ദ്രിയങ്ങൾക്ക് വിഷയസംബന്ധമില്ലാതിരിക്കുമ്പോൾ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കൂ, നമുക്ക് ഉറക്കത്തിൽ വിഷയങ്ങളൊക്കെ ഉറങ്ങുന്നു അല്ലേ? ആ സമയത്ത് അതുകൊണ്ട് മനക്ഷോഭത്തിന് കാരണം വിഷയസംഗമാണ്, അതിനെ പരിഹരിക്കണം. അപ്പം അതിനെന്തു വേണം? സ്ത്രീകളോടും സ്ത്രീകളിൽ ആസക്തന്മാരായി അവരുടെ സൗന്ദര്യത്തെയും അവരുടെ ആ ശരീരവടിവിനെയും ഒക്കെ കുറിച്ച് പറയുന്ന ആളുകളുമായി, അതെങ്ങനെയുള്ള ആളുകളാണ്? അവരുടെ കാമുകന്മാർ അല്ലെങ്കിൽ അവരെ മോഹിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവരുത്. അങ്ങനെ അവരിൽ നിന്നും വിട്ടുനിന്നാൽ ജീവിതത്തിൽ സുഖമനുഭവിക്കാൻ സാധിക്കും, മനക്ഷോഭമില്ലാതെയാവും, മനസ്സ് അചഞ്ചലമായി നിൽക്കുകയും ചെയ്യും. മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഇതാണ് എന്ന് ആ പുരൂരവസിൻ്റെ വാക്കുകളിലൂടെ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യനായ പ്രധാനമന്ത്രിയായ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവനോട് അവിടെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് 2 ശ്ലോകങ്ങൾ കൂടിയാണ് പുരൂരവസിൻ്റെ ഈ ചിന്താസരണിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഭഗവാൻ കാണിച്ചു തരുന്നത്. അവിടെ പുരൂരവസ് പറയുകയാണ്, അദൃഷ്ടാദശ്രുതാൽ ഭാവാന്ന ഭാവ ഉപജായത്തെ അസംപ്രയുഞ്ചത പ്രാണാൻ ശാമ്യതി സ്ഥിമിതം മന. പിന്നീട് പറയുന്നു, അദൃഷ്ടാൽ കാണപ്പെടാത്തതും അശ്രുതാൽ കേൾക്കപ്പെടാത്തതുമായിട്ടുള്ള ഭാവാത് പദാർത്ഥങ്ങളിൽ നിന്ന് ഭാവഹ ന ഉപജായത്തെ മനക്ഷോഭം ഉണ്ടാവില്ല. അപ്പോൾ പ്രാണാൻ അസംപ്രയുഞ്ചത, ഇന്ദ്രിയങ്ങളെ പ്രയോഗിക്കാത്ത പുരുഷൻ്റെ മനസ്സ് സ്ഥിമിതം ശാമ്യതി, നിശ്ചലമായിട്ട് നിൽക്കുന്നു. ഇപ്പം നമുക്ക് കാണാത്തതും കേൾക്കാത്തതുമായൊരു വസ്തുവിൽ മോഹം ഉണ്ടാവില്ല. അങ്ങനെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ളൊരു വസ്തുവിന് ആഗ്രഹവും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ആ സാധനങ്ങൾ മനസ്സിന് ക്ഷോഭത്തിന് കാരണമാണ് എങ്കിൽ അതിനെ കാണാതിരിക്കുകയും കേൾക്കാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ അതൊന്നും തന്നെ ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ അത് നമ്മളുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കില്ല. അതുകൊണ്ട് എന്തു വേണം? നേത്രാദികളാകുന്ന ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ നേരെ പറഞ്ഞയക്കാതിരിക്കണം. അങ്ങനെയുള്ള പുരുഷൻ്റെ മനസ്സ് പുറത്ത് സഞ്ചരിക്കില്ല, അത് അകത്തുള്ള ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കും. മനസ്സിൻ്റെ സഞ്ചാരം നിലച്ചു കഴിഞ്ഞാലോ മനസ്സ് ശമിച്ചു, മനസ്സിനെ അടക്കാൻ സാധിച്ചു. പുറത്തേക്ക് സഞ്ചരിക്കാതെ തന്നിൽ തന്നെ നിലച്ചു പോയാൽ പിന്നെ ആ മനസ്സ് എന്ന പേര് കൂടി നശിക്കും. മനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലും ഒരു സങ്കല്പസിദ്ധിയാണ്, അതുപോലും ഒരു സങ്കല്പം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പം അതുകൊണ്ട് പുരൂരവസ് പറയുകയാണ്, തസ്മാൽ സങ്കോന കർത്തവ്യ സ്ത്രീഷു സ്ത്രൈണേഷു ചേന്ദ്രിയൈ. വീണ്ടും അവിടെ അതാ പറയണത്. 22ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിനെ തന്നെ ഒന്നുകൂടി പറയുന്നു, വിദുഷാം ചാപ്യ വിശ്രബ്ധ ഷഡ്വർഗ കിമു മാതൃശാം. തസ്മാൽ അതുകൊണ്ട് സ്ത്രീഷു സ്ത്രീകളിലും സ്ത്രൈണേഷു സ്ത്രീ വശന്മാരായിരിക്കുന്നവരിലും അവരുടെ കാമുകന്മാരിലും ഇന്ദ്രിയൈ സംഘം ന കർത്തവ്യ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് സംസർഗം ഒരിക്കലും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സംഘം ഉണ്ടാവരുത് എന്ന് കാണിക്കണം. ഷഡ്വർഗ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും, അതാണ് ഷഡ്വർഗങ്ങൾ. വിദുഷാമപി വിദ്വാൻമാർക്ക് കൂടി അവിശ്രബ്ധ വിശ്വസിക്കത്തക്കതല്ല മാതൃശാം കിമു. അങ്ങനെയെങ്കിൽ എന്നെപ്പോലുള്ള ആളുകളുടെ കാര്യം പിന്നീട് പ്രത്യേകം പറയണോ?
അതുകൊണ്ട് സ്ത്രീകളിലും സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള സ്ത്രീ വശകന്മാരിലും ഒരിക്കലും സംഘമുണ്ടാവാതെ ഇരിക്കണം. അറിവുള്ളവർക്ക് പോലും ഈ വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് പല പല തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാവുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സ്വാധീനപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം വിദ്വാൻമാർക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മനസ്സ് മോഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഏകാന്തത്തിലിരിക്കണത്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് ദുഃഖത്തിന് കാരണമാവും, മനസ്സിൻ്റെ ചാഞ്ചല്യത്തിന് കാരണമാവും, വിഷയങ്ങളിൽ താല്പര്യത്തിനും മോഹത്തിനും കാമത്തിനും ആഗ്രഹത്തിനുമൊക്കെ കാരണമായിട്ട് തീരും. അതുകൊണ്ട് അറിവുള്ള ആളുകൾക്ക് പോലും, വിദ്വാൻമാർക്ക് പോലും, വിദുഷാം ചാപി, വിദുഷന്മാർ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിൽ സംഭവിക്കും എന്നിരിക്കെ ഒന്നും അറിയാത്ത, കേവലം ഈ ആത്മീയമായ ഭാവത്തിൽ കേവലം ആദ്യപടിയിൽ മാത്രം നിൽക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഈ ഷഡ്വർഗങ്ങളെയും വിജയിക്കുക, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുക എന്നുള്ളത്, വിജയിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തതാണ്. അവിടെ വിശ്വസിക്കുക എന്നുള്ളത് ദോഷത്തിന് കാരണമാണ്. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കണം. ഭഗവാൻ ഉദ്ധവന് ഈ ഐളഗീതയിലൂടെ, പുരൂരവസിൻ്റെ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ഉപരതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. എല്ലാത്തിനെയും ഉപേക്ഷിച്ച് എന്നിലേക്ക് എത്തിച്ചേർന്നു എന്ന് പിന്നീട് ഭഗവാൻ പറയുന്നു. 25-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാ
मुरारे शरणं मे तव चरणयुगं पवनपुरेशा राधा कृष्णा शरणं मे तव चरणयुगं मीनाय് മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ.
അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.